എന്തായാലും ഈ കാണുന്നതൊക്കെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. കേരളത്തിൽ സംഘപരിവാർ സ്വാധീനമുള്ള ഭരണം വന്നു എന്ന് ഇനിയും ബോധ്യപ്പെടാത്തവർ നേരം വെളുക്കാനിരിക്കുന്നതേ ഉള്ളൂ. പ്രതികളായെന്ന് പറയുന്നവരെ പിടിച്ചിട്ടുമുണ്ട്. എന്നിട്ട് ഇവിടെ ആരാധനയ്ക്ക് എന്തുകൊണ്ട് തടസ്സം ചെയ്യുന്നു? ആരാധിക്കാൻ പറ്റാത്ത കാരണം എന്താണെന്ന് ചേച്ചിക്ക് അറിയില്ലേ? പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിങ്ങൾ വോട്ട് ചെയ്തത് ആർക്കാണ്? ആ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർ അധികാരത്തിൽ വന്നതിന്റെ വിസ്മയങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ നടന്ന് കണ്ടിട്ടുള്ള കാഴ്ച നമ്മളിപ്പോൾ പത്തനംതിട്ട ഓമല്ലൂരിൽ കാണുകയാണ്. ഇക്കഴിഞ്ഞ പെരുന്നാൾ ദിനത്തിൽ കാസർഗോഡ് കന്നുകാലികളെ കയറ്റി വന്ന വാൻ തടഞ്ഞത് വാർത്തയായിരുന്നു. സംഘികൾ കാസർഗോഡ് ചെയ്തൊരു പ്രവർത്തനമാണ്. എന്ത് നടപടി ഉണ്ടായി? നിങ്ങൾ വല്ലതും കേട്ടോ? ഒന്നും ഉണ്ടായില്ല. അതിന് പത്തനംതിട്ട ഓമല്ലൂരിൽ BJPക്ക് സ്വാധീനമുള്ള ഒരു പഞ്ചായത്ത്, അല്ലെങ്കിൽ BJP ഭരിക്കുന്ന പഞ്ചായത്ത് എത്തിയപ്പോൾ ആ പഞ്ചായത്തിനകത്ത് പെന്തക്കോസ്റ്റ് വിഭാഗക്കാർക്ക് പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കില്ല. അതിനകത്ത് ഒരു സംഭവവികാസം അരങ്ങേറി. സംഭവവികാസത്തിൽ കേസെടുത്തതിന് ശേഷവും അതിന്റെ ആരാധന അനുവദിക്കില്ല എന്ന നിലയിലേക്ക് അവിടെ ചാടിക്കേറി അക്രമം അഴിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ അത് നൽകുന്ന സൂചന എന്താണ്? കേരളത്തിൽ വരും കാലങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗക്കാർ എല്ലാം കൂടി ചേർന്ന് പൂക്കി മുഖ്യൻ വരട്ടെ എന്ന് ആഗ്രഹിച്ചു ക്രിസ്ത്യൻസും മുസ്ലിംസും ഉണ്ട്. രണ്ട് വിഭാഗക്കാർക്കും വരും കാലങ്ങളിൽ ഈ നാട്ടിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന നോർത്ത് ഇന്ത്യൻ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നിടത്ത് അത് കേരളത്തിലേക്ക് പറിച്ചു നടപ്പെടുന്നു എന്നൊരു റിയാലിറ്റിയാണ് അവിടെ കണ്ടതെന്ന് വളരെ കൃത്യമായി പറയുകയാണ്. അത് ഒരു സൂചനയാണെന്ന് കൂടി അടിവരയിട്ട് പറഞ്ഞു വെക്കുന്നു. ആ പാട്ടുണ്ടല്ലോ, അവിടെ യാവന ഒരുത്ത അവിടെ ഇരുന്നോണ്ട് എന്തോ ഇളക്കി മാറ്റിയെന്ന് പറഞ്ഞോണ്ട് അവിടത്തെ അമ്പലത്തെ പൂട്ടാൻ നിന്ന് കഴിഞ്ഞാ നടക്കുമോ? യാവനോ ഇളക്കിയെന്നോ പറിച്ചെന്നോ കയറ്റിയത് എന്തിനൊക്കെ പറഞ്ഞൊക്കെ പാട്ടും ഇതോ എന്തിനൊക്കെ നടക്കുന്നില്ലേ അവിടെ? അപ്പോ യാവനോ ചെയ്തതിന്റെ പേരിൽ അവിടെ നടക്കുന്ന അവിടുത്തെ അമ്പലത്തെ പൂട്ടാൻ നിന്ന് കഴിഞ്ഞു. ഇതേപോലത്തെയാണ് ഇവിടെ നടക്കുന്നത്. സംഭവം നിയമത്തിന്റെ കയ്യിലിരിക്കുന്ന വിഷയം. ഈ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും പീഡനങ്ങളും നടന്നിരിക്കാൻ അവർ ശിക്ഷിക്കപ്പെടണം. ഏറ്റവും അർഹിക്കുന്ന ശിക്ഷ കിട്ടണം. പക്ഷെ അതിനെ കാത്തുകാത്തിരുന്ന ഒരു ഗോൾഡൻ ചാൻസ് കിട്ടി. ഈ പള്ളി പൊളിക്കണം, ആരാധന നടക്കരുത്, ഇവിടെ ക്രിസ്ത്യാനികൾ ഇവിടെ വാഴല് എന്ന നിലയിൽ നിഗൂഢ അജണ്ടയോടുകൂടെ പ്രവർത്തിച്ച ആ പ്രവർത്തന ചേതോ വികാരത്തെയാണ് ഞാൻ എതിർത്തത്. പെന്തക്കോസ്തുകാർക്കെതിരെ അഹോരാത്രം ക്രിസ്തീയ അതയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും ഓരോരുത്തന്മാരുടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർമാരോ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. എന്ത് ചെയ്യും ഇവിടെ? എന്ത് ചെയ്യും? അല്ലെങ്കിൽ എന്താണ് അവന്മാര് പാസ്റ്റർമാരിവിടെ ചെയ്യുന്നത്? ചാണാൻ തിന്നോ, തീറ്റിച്ചോ, എവനെങ്കിലും കുത്തിക്ക് പിടിച്ചിട്ട് ജയ് ശ്രീറാം എന്ന് പറയിപ്പിച്ചോ, ഹല്ലേലൂയ എന്ന് പറയിപ്പിച്ചോ, അല്ലെങ്കിൽ ഗോമൂത്രം എടുത്ത് എവനെങ്കിലും വായിലൊഴിച്ചു കൊടുത്തോ? എന്തിനാണ് ഇവിടെ ക്രിസ്ത്യാനികൾ ഇവിടെ ചെയ്യുന്നത്? അദ്ദേഹം ഒരു ഹാളെടുത്ത് അതിനകത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ഇവിടെ ഓരോ മതത്തിലുള്ളവരും അവരവരുടെ ദൈവം ശ്രേഷ്ഠമെന്നും ഇലാഹ ഇല്ലല്ലാ എന്നും സ്വാമിയല്ലാതെ ഇല്ല എനിക്ക് ആരുമെന്നും ഞാനുള്ള തന്റെ ദൈവം, എല്ലാവരും അവരവരുടെ ദൈവത്തെ പ്രൊമോട്ട് ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കും. എല്ലാവരും അവരവരുടെ വിശ്വാസവും അളവ് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് മാത്രമേ ഇവിടെ വാഴാൻ പറ്റൂ, ഞങ്ങൾ മാത്രമേ ഇവിടെ ശബ്ദിക്കാവൂ, ഞങ്ങൾക്ക് മാത്രമേ ഇവിടെ റോഡും ആരാധനാലയവും ശബ്ദവും കോലാഹലവും അർമാദിപ്പും ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, വേറെ എല്ലാവരും മൂട്ടുമുടക്കിക്കൊള്ളുന്നുള്ളൊരു ബോഡി ലാംഗ്വേജോടുകൂടെ ഈ താളം വിടുന്നത്, അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അത് എതിർക്കും. കാരണം നിനക്കൊക്കെ ഒന്ന് എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നുമില്ല. ഓരോരുത്തരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അവനെന്തോ ദൈവം പ്രത്യേകിച്ച് പ്രകൃതി എക്സ്ട്രാ ഫിറ്റിംഗ് കൊടുത്ത 2 കൈയും 2 കാലും 4, 3, 7 ദിവസം ജീവിതം, മേലാകാശം കീഴഭൂമി, അങ്ങനെ ചിന്തിക്കുന്നവന്മാരെല്ലാത്തിന്റെ ഇടയിലും ഉണ്ട്. മനസ്സിലായില്ലേ? അടി കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, വാങ്ങിക്കാൻ കൂടെ ഉള്ളതാണ്. ഉങ്ക് കാണിച്ച് വേല കാണിക്കുന്ന അതുകൂടെ ഒക്കെ ഒന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ആരാധിക്കണം, എല്ലാ മതത്തിനും മതവിശ്വാസം അനുസരിച്ച് ഇവിടെ നടക്കണം. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് മാത്രമേ ഇവിടെ വാഴാവൂ എന്ന് പറഞ്ഞ് ഇവിടെ ബാക്കിയുള്ളവരെ വടക്കേ ഇന്ത്യയിലൊക്കെ നേരിട്ടും വേട്ടയാടുന്നു. ഇവിടെ പറ്റാത്തത് കൊണ്ട് നിഗൂഢമായ രീതിയിൽ ഈ നിലയിൽ ഗോൾഡൻ ചാൻസുകൾ ഉണ്ടാക്കിയെടുത്ത് ദൂരെ കൂടി കിടക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളെ കണക്ട് ചെയ്യിപ്പിച്ച് കുരുക്കാമെന്ന് ചിന്തിച്ചാൽ അത് നടക്കത്തില്ല.
നടക്കില്ല. കേരളത്തിൽ സംഘി ഭരണം വന്നു എന്ന് പറഞ്ഞപ്പോ ആർക്കും ബോധ്യപ്പെട്ടില്ല. ആ ബോധ്യപ്പെടാത്തവർ ഇപ്പോ നേരെ പത്തനംതിട്ട ഓമല്ലൂരിലേക്ക് നോക്കിക്കോളൂ. അവിടെ ഒരു ദൃശ്യം പുറത്തു വന്നു, 17-കാരനെ ക്രൂരമായി പീഡിപ്പിക്കുന്നത്. ആ പീഡിപ്പിക്കുന്ന വ്യക്തികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, നടപടികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഇനി പ്രാർത്ഥിക്കാൻ പറ്റില്ല, പെന്തക്കോസ്ത് സഭയുമായി ബന്ധപ്പെട്ട സ്ഥാപനം പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് മുന്നിൽ നിന്ന് പറയുന്നത് BJP ഭരിക്കുന്ന ഓമല്ലൂർ പഞ്ചായത്തിലെ പ്രസിഡന്റും അവരെല്ലാം കൂടി ചേർന്ന് അവിടെ ബൈബിളുമായി പ്രാർത്ഥിക്കാൻ വന്നവരെ കയ്യേറ്റം ചെയ്തു എന്ന് പറയുന്നത് അവിടത്തെ പാസ്റ്റർ. എന്തൊരു വിസ്മയമാണ്. അധികാരമുള്ള അധികാരികളുണ്ട്, നിങ്ങൾ അവരെ സമീപിക്കുക, നിയമപരമായുള്ള അധികാരികളെ സമീപിക്കുക. മനസ്സിലായോ? അവിടെ കേസ് എടുത്തിട്ടുണ്ട്, 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് കിടന്ന് അലക്കാനിരിക്കും വയ്യ. നിങ്ങൾ പഞ്ചായത്ത് നോട്ടീസ് കൊടുത്തെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു അവകാശമുണ്ട്. നിങ്ങൾ ഒരു വാടക വീട്ടിൽ താമസിച്ചാൽ ഒരു സുപ്രഭാതി വന്ന് വാടക ഓണർക്ക് നിങ്ങളെ ഇറക്കി വിടാൻ പറ്റുമോ? നിങ്ങളെ നോട്ടീസ്. എന്തായാലും BJPയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന അനൂപ് ആന്റണി, PC ജോർജും മകൻ ഷോൺ ജോർജും ഒക്കെ ചത്തതുപോലെ കിടക്കുകയാണ്. ഒരനക്കവും ഇല്ല. തൊട്ടടുത്തായിട്ടുള്ള കോട്ടയം ജില്ലയിലുള്ളവരാണ്. അവർക്കിപ്പോ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളുടെ ഒരു ഭാഗമായിട്ടുള്ള പെന്തക്കോസ് വിഭാഗക്കാർ ആക്രമിക്കപ്പെട്ടതിൽ, അവരുടെ പ്രാർത്ഥനകൾക്ക് മേൽ കടന്നു കയറിയതിൽ ഒരാശങ്കയും ആകുലതയുമില്ല. കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദാമോദരൻ മകൻ സതീശൻ ഭരിക്കാൻ കയറിയതിനു ശേഷം BJPക്കാരെല്ലാം സന്തോഷത്തിലാണ്. അത് ഗവർണറിൽ തുടങ്ങി BJPയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ എന്താണ് കാണിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഗവർണർ സ്വന്തം നിലയ്ക്ക് വന്ദേമാതരം ഒക്കെ പാടിപ്പിക്കുന്നു. ഗവർണർ തന്നെ സ്വന്തം നിലയ്ക്ക് ഭരണം കൈയാളിക്കൊണ്ട് ഉദ്യോഗസ്ഥ തല യോഗം വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വഴിയിലൂടെ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ, മറ്റൊരു സൈഡിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ അദ്ദേഹം സംഘി VCമാരെ നിയമിക്കുന്നു. അതേ സംഘി VCമാർ നേരെ RSS സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു. ഒരു നടപടിയുമില്ല. ഫേസ്ബുക്ക് കുറിപ്പിട്ട് കളിക്കുന്ന മുഖ്യൻ ഇപ്പോൾ ഓമല്ലൂരുണ്ടായ സംഭവവികാസത്തിലും ഒരു ഞെട്ടലും രേഖപ്പെടുത്തിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാനുമില്ല, ഒന്നും മിണ്ടാനുമില്ല. മൗനി ഭാവയായി തുടരുകയാണ്. പിന്നെ ഇത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്നെ പലരും വിദേശ രാജ്യങ്ങളിൽ എന്ന കാര്യത്തിൽ അത് ഒരു വഴിയൊക്കെ വിളിക്കും. ക്രിസ്ത്യാനികളാണ് പലരും കൂടുതൽ വിളിക്കുന്നത്. വിളിച്ചിട്ട് ആകാശവാണിയാണ് ഇങ്ങോട്ട് ഇതാണ് എന്താണ് ഓരോരുത്തരും പറഞ്ഞാൽ കേൾക്കുന്നത്. അവിടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് 2 ദിവസം ഞാൻ അവിടെ പോയി കടം ചെന്നു. അപ്പോ ഞാൻ അറിഞ്ഞത് അവരുടെ അടുത്ത് പറയാൻ ശ്രമിച്ചു. ഇവിടെ ക്രിസ്തീയ പ്രവർത്തകന്മാരും പല യൂട്യൂബിലൊക്കെ നടന്ന ഇവരുടെ അടുത്തൊക്കെ പലപ്പോഴും ഞാനും ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കണ്ടെന്താണ് മുതുകിലടി കൊണ്ട കുഞ്ഞ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ പീഡനങ്ങൾ ഒക്കെ ശരിയായിരിക്കാം. അപ്പൊ ഈ വിഷയത്തെ ഈ ഫോൺ വിളിച്ചവന്മാരുടെ ഞാൻ പറയുമ്പോ നിന്റെ വീട്ടിലെ പിള്ളേരില്ലേ, അവരില്ലേ, ഇവരില്ലേ, സെന്റിമെന്റിലൊക്കെ ആവശ്യം. പക്ഷെ അല്പം കൂടെ ഇന്റലിജന്റ് ആയിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കണം. ഇവിടെ നമ്മളൊരു വിഷയം വരുമ്പോൾ ആ വിഷയത്തെ ഒരിക്കലും ഞാൻ അനുകൂലിക്കുന്നില്ല. ഇവിടുത്തെ സദനത്തെ ഇവിടെ നടന്ന വിഷയങ്ങൾ ഒരിക്കലും ആരോപിക്കപ്പെട്ട കുറ്റം അവർ ശിക്ഷ അനുഭവിക്കണം, ചെയ്ത് ഞങ്ങൾ ശിക്ഷ അനുഭവിക്കണം, കോടതിയുടെ പരിഗണനയിൽ ഇരിക്കട്ടെ. പക്ഷേ ഈ ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുന്നിടത്ത് ഇതൊക്കെ സംസാരിക്കാൻ നമുക്കത് കേൾക്കാൻ മനസ്സില്ല. അപ്പൊ കുറെയൊക്കെ സംസാരിച്ചു. അപ്പോ പൗലോസ് അപ്പോസ്തലൻ ബൈബിളിൽ പൗലോസ് പറഞ്ഞു, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും, ആത്മാവിൽ സംസാരിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധിയിൽ സംസാരിക്കും. അപ്പോ പൗലോസിനെക്കാളും ഒരു കൃപ കൂടെ എനിക്കല്പം കൂടുതൽ ദൈവം തന്ന എനിക്കറിയില്ല. ഞാൻ ആത്മാവിൽ സംസാരിക്കും, ബുദ്ധിയിൽ സംസാരിക്കും, പിന്നെ സാഹചര്യം കിട്ടിയ ജഡത്തിൽ സംസാരിക്കും. അങ്ങനെ ചില കാളുകൾ അവസാനം എനിക്ക് എന്റെ ജഡസംസാരങ്ങൾ സംസാരിച്ച് ഉപസംഹരിക്കേണ്ടി വന്നു. അതുകൊണ്ട് ദയവേദി എന്നെ വിളിക്കുന്നവര് ഞാനൊരു ആത്മീയനാണ്, വിശുദ്ധനാണ്, പാസ്റ്ററാണ്, പുണ്യവാളനാണ് എന്ന അർത്ഥത്തിൽ മുൻവിധിയോടുകൂടെ എന്നോട് സംസാരിക്കില്ലേ. ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ കാത്തിരുന്ന ഒരു ഗോൾഡൻ ചാൻസ്, പണ്ട് ആരോ ശ്രീധരപിള്ള ആരോ ആണെന്ന് തോന്നുന്നു, ഗോൾഡൻ ചാൻസ് എന്ന് പറഞ്ഞതുപോലെ ഇങ്ങേരക്ക് ഇവിടെ സഭ വയ്ക്കല്ലേ, ഇങ്ങേരെ ഇവിടെ വാഴല്ലേ എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ച് അവസരം നോക്കിയിരുന്നവർക്കൊരു ഗോൾഡൻ ചാൻസ് പോലെ ഈ വിഷയത്തെ കിട്ടി. ഇതിനെ എടുത്ത് ഇതിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു വിഷയം മനസ്സിലായില്ലേ, അത് തപ്പ്. മനസ്സിലായ അതിനെയാണ് ഞാൻ എതിർത്തത്. മനസ്സിലായ ഇദ്ദേഹം അവിടെ പോയി അടിച്ചോ, ഇദ്ദേഹം ഉപദ്രവിച്ചോ, അവിടെ ഉള്ളവർ തന്നെ പറയുന്നത് ഇദ്ദേഹം അവിടെ പോകാറേ ഇല്ലെന്നാണ്, വിസിറ്റ് ചെയ്യാറേ ഇല്ലെന്നാണ്. ഇതെല്ലാം നടക്കുന്നത് പാസ്റ്റിന് ഇതിനകത്ത് പങ്കുണ്ടോന്ന് ചോദിച്ചാൽ അതെനിക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് അറിയത്തില്ല. പാസ്റ്റ് അങ്ങനെ വിസിറ്റിംഗ് വരാറില്ല സത്യം പറഞ്ഞ. ഈ ഒരു വിഷയം വന്നപ്പോൾ ഒരു സമൂഹത്തെ, അതും ന്യൂനപക്ഷ സമൂഹത്തെ ഈ നിലയിൽ
തകർക്കാൻ വേണ്ടിയുള്ള ഈ ശ്രമം, ഇതിനെയാണ് ഞാൻ എതിർത്ത് സംസാരിച്ചത്. പിന്നെ ആ വൃദ്ധസദനത്തിന്റെ മറവിൽ ഈ തരത്തിലുള്ള പീഡനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, ഈ തെളിവുകളും കാര്യങ്ങളൊക്കെ കണ്ടു, നടന്നിട്ടുണ്ടെങ്കിൽ അവനൊക്കെ പുറം ലോകം കാണാതെ വണ്ണമുള്ള നല്ല ശിക്ഷ അവർക്ക് കിട്ടണം എന്ന് തന്നെ ആ സഭയിലെ പാസ്റ്ററും പറയുകയാണ്. മനസ്സിലായില്ലേ? അദ്ദേഹം അതിനെ ന്യായീകരിച്ചോ അനുകൂലിച്ചോ അവരെ പ്രൊട്ടക്ട് ചെയ്യാനോ ഒന്നും പോയൊന്നുമില്ല. അദ്ദേഹവും അത് തന്നെ പറയുകയാണ്. പിന്നെ അതിനെ ഈ സഭ പണിയുമായിട്ടും ദൈവദാസനെ അറസ്റ്റ് ചെയ്യുന്നതുമായിട്ടും കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും പലരെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും, പലയിടങ്ങളും പൂട്ടേണ്ടി വരും. മനസ്സിലായില്ലേ? ഓറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ. കഴിഞ്ഞ ആഴ്ച ഇവിടെ പള്ളിയിലൊക്കെ ഇവിടെ എന്തോ ഒരു അട്ടഹാസം കാണിച്ചെന്ന് പറയും. എന്ത് അട്ടഹാസം കാണിച്ചു? അവരവിടെ ആരാധന നടത്തി, പുറത്തുനിന്ന് വെളിയിൽ നിന്ന് ആകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോയി. ഇത് തന്നെ ഇവിടെ നടക്കാൻ പോകുന്നത്. വേറെ ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത്? ഇവിടെ ജനാധിപത്യ രാഷ്ട്രം, എല്ലാവർക്കും തുല്യ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രം. ഈ ക്രിസ്ത്യാനികളും പെന്തക്കോസ്തുകാർക്കും ദേശസ്നേഹം ഇത്തിരി കുറവാണ് എന്നൊക്കെ ഒരു സംസാര വിഷയം ഇവിടെ ഉണ്ട്. അപ്പച്ചനെ കണ്ടുപിടി. അപ്പച്ചന് ദൈവസ്നേഹം മാത്രമല്ല, ദേശസ്നേഹവും ഉണ്ട്. ഭാരതമാതാവേ, രോദനവും പിന്നെ അതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന ആത്മീയതയും പ്രാർത്ഥനയുടെ മെത്തേഡും ഒക്കെ വ്യത്യസ്തമായിരിക്കാം. അന്തരീക്ഷത്തിൽ വന്ന ഒരവസ്ഥ. എന്നാലും അദ്ദേഹത്തിന്റെ അകത്ത് ദേശസ്നേഹമുണ്ടെന്ന് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? പത്തനംതിട്ട ഒമല്ലൂരിൽ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ സംഘപരിവാറും അതുകൊണ്ട് തന്നെ യുവമോർച്ച പ്രവർത്തകർ BJP-ക്കാരും ആരാധനയ്ക്ക് തടസ്സം നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. ആരാധനയ്ക്ക് തടസ്സം നിൽക്കുവാൻ ഇവർക്ക് ആരാണ് അധികാരം നൽകിയത്? തെറ്റ് ചെയ്തവൻ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. അവിടെ സ്നേഹത്തണൽ എന്ന വൃദ്ധസദനത്തിൽ ഉണ്ടായിരുന്ന 2 കുട്ടികൾക്ക്, 17-15 വയസ്സായ 2 കുട്ടികൾക്ക് മർദ്ദനമേറ്റു. അതിൻ്റെ പേരിൽ അവിടെയുള്ള വ്യക്തികൾ തന്നെ, അവിടെ ജോലി ചെയ്യുന്ന വ്യക്തികൾ അവരുടെ ഭവനത്തെ അറിയിക്കുകയും അതിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും ചെയ്തത്. ആ തെറ്റിനെ ന്യായീകരിക്കുകയല്ല, മറിച്ച് തെറ്റ് ചെയ്തവൻ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ഒമല്ലൂര് പോലീസ് അതിനെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ 3 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്തിൻ്റെ പേരിലാണ് ഈ BJP-യോ അല്ലെങ്കിൽ യുവമോർച്ച പ്രവർത്തകരോ ഇവരൊക്കെ പോയി ആരാധന നടത്താൻ പാടില്ല എന്ന് ഇപ്രകാരം കൊട്ടിഘോഷിക്കാനും ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ആരാധന നടത്താൻ അനുവദിക്കില്ല എന്ന് പറയാനായിട്ട് ആരാണ് അവർക്ക് അവകാശം നൽകിയത്? ഭാരതീയ ഭരണഘടന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഏതൊരു മതക്കാർക്കും ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിൽ നിഷേധിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് ഈ ഒമല്ലൂർ അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ ഒമല്ലൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് BJP-യാണ്. അതുകൊണ്ട് തന്നെ എന്തും ചെയ്യാം, എന്തും നേടാം, എന്തും തടസ്സപ്പെടുത്താം, അല്ലെങ്കിൽ ന്യൂനപക്ഷ മതത്തിന് നേരെ എന്തും ചെയ്യാമെന്നുള്ള ഇപ്രകാരമുള്ള ആക്രോശവും ഇപ്രകാരമുള്ള വെല്ലുവിളികളൊന്നും നടത്തേണ്ട കാര്യമൊന്നും ഉണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ഇന്ത്യൻ ഭരണഘടന ഓരോ വിശ്വാസികൾക്കും നൽകുകയാണ്. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. അതിനാൽ തന്നെ ഈ രാജ്യത്ത് അവരവരുടെ മതങ്ങളിൽ പ്രാർത്ഥിക്കുവാനും അവർക്ക് പ്രാർത്ഥനാ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിൽ ആർട്ടിക്കിൾ പ്രധാനമായിട്ടും ഭരണഘടന 3-ാം ഭാഗത്തിൽ ഇത് വളരെ ശക്തമായ ഭാഷയിൽ പ്രതിപാദിക്കപ്പെടുകയാണ്. അതിൻ്റെ മൗലിക അവകാശങ്ങളുടെ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇതിലാണ് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിരിക്കുക. കൃത്യമായി പറഞ്ഞാൽ ഭരണഘടനയുടെ 25 മുതൽ 28 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ്, ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ഈ അനുച്ഛേദങ്ങളിലാണ് ഒരു പൗരന് മതസ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നതായിട്ട് ഭരണഘടന വ്യക്തമാക്കുക. അത് ഏതൊക്കെയാണെന്ന് ഒന്ന് നമുക്ക് നോക്കാം. അനുച്ഛേദം 25-ൽ ഏതൊരു വ്യക്തിക്കും തനിക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അതനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. 2, ആർട്ടിക്കിൾ അനുച്ഛേദം 26 മതപരമായിട്ടുള്ള കാര്യങ്ങൾ സ്വയം നിയന്ത്രിക്കുന്നതിനും സ്ഥാപനങ്ങൾ നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. അനുച്ഛേദം 27 ഒരു പ്രത്യേക മതത്തിൻ്റെ പ്രചാരണത്തിനായി നികുതി നൽകാൻ ആരെയും നിർബന്ധിക്കരുത്. അനുച്ഛേദം 28 സർക്കാർ ധനസഹായം നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതബോധനം നിർബന്ധമാക്കാൻ പാടില്ല.
ഇപ്രകാരം ആർട്ടിക്കിൾ വളരെ വ്യക്തമായിട്ട് ഈ തലങ്ങളെല്ലാം ഭരണഘടന നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു മതത്തെ ന്യൂനപക്ഷത്തിന് എതിരായിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന BJPക്കാരോ അല്ലെങ്കിൽ അതിന് അനുബന്ധമായിട്ടുള്ള സംഘടനകളുടെ പേരിൽ അവിടെ മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ നടത്താൻ പാടില്ല എന്നുള്ള രീതിയിൽ അവിടെ ധർണ നടത്തുകയും അതിനെതിരായിട്ട് പ്രതിഷേധം നടത്തുകയും ചെയ്യുന്നത് ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതുകൊണ്ട് നമുക്കിവിടെ ഉണ്ടാകുന്ന ഭാരതത്തിലുള്ള മതസ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന ആ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമായിട്ടാണ് എനിക്ക് തോന്നുക. തീർച്ചയായിട്ടും എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാൻ, അതാണ് മതസൗഹാർദ്ദത എന്ന് പറയുന്നത്. അവനവൻ്റെ മതങ്ങളിൽ വിശ്വസിക്കാനും അവനവൻ്റെ മതങ്ങളിൽ പ്രാർത്ഥിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഭരണഘടന ചില നിയന്ത്രണങ്ങൾ നൽകുന്നുണ്ട്. അത് ഒന്നാമത് പൊതു സമാധാനം, പബ്ലിക് ഓർഡർ, ആരാധനാലയങ്ങളോ അല്ലെങ്കിൽ മതപ്രചാരണമോ ക്രമസമാധാന നില തകർക്കുന്നതാകരുത് എന്ന് പ്രത്യേകമായിട്ട് പറയപ്പെടുന്നുണ്ട്. രണ്ടാമതായിട്ട് ധാർമ്മികത, മൊറാലിറ്റി, സമൂഹത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് വിരുദ്ധമാകരുത്. 3, ആരോഗ്യം, മതപരമായിട്ട് ആചാരങ്ങൾ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാകരുത്. ഉദാഹരണത്തിന് പകർച്ചവ്യാധി സമയങ്ങളിൽ ആരാധനാലയങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്താം. ഇപ്രകാരമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഏത് മതത്തിലുള്ളവരായാലും അത് അനുഷ്ഠിക്കുവാൻ പ്രത്യേകമായി ഭരണഘടന നമ്മെ നിർബന്ധിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അത് തടസ്സപ്പെടുത്തുവാനായിട്ട് ആർക്കും അവകാശമില്ല. അതുകൊണ്ട് മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് ഇപ്പോൾ ഈ പ്രകാരമുള്ള സംഘടനകൾ കാട്ടുന്നത് എന്നത് വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഇപ്രകാരം അതിലേക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ പിന്മാറുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. കാരണം തെറ്റ് ചെയ്തവൻ, സാധാരണ നമ്മൾ പറയാറ് ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണമെന്ന് പറയാറില്ലേ, തെറ്റ് ചെയ്തവൻ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിന് വിരുദ്ധമായിട്ട് ജനങ്ങളുടെ വിശ്വാസത്തിനും അവിടെ ആരാധന സ്വാതന്ത്ര്യത്തിനും എതിരെയുള്ള ഇപ്രകാരമുള്ള പ്രവൃത്തികൾക്കെതിരെ ശക്തമായിട്ട് നമ്മളെല്ലാവരും തന്നെ ഉണർന്ന് എഴുന്നേൽക്കണം എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ ചെയ്ത പ്രവൃത്തിയെ പ്രതി അദ്ദേഹത്തെ ശിക്ഷിക്കുക എന്നുള്ളത് അതിൻ്റെ നിയമവശങ്ങളുടെ രീതികൾക്കനുസരിച്ച് അദ്ദേഹത്തെ ശിക്ഷിക്കാം. പക്ഷേ മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഇപ്രകാരം പ്രവൃത്തികളെ തീർച്ചയായിട്ടും നമ്മൾ എതിർക്കുക തന്നെ ചെയ്യണം. അതിലേക്ക് വേണ്ടി എല്ലാവരും, അത് ഏത് മതത്തിലുള്ളവരായാലും, അവർ തീർച്ചയായിട്ടും ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ പോയാലും ഞങ്ങളൊക്കെ ഉണ്ടോ, അച്ഛനും അമ്മയുമായിട്ടും. കേട്ടോ നിങ്ങള്? മറ്റൊരാള് പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന 19 വയസ്സുകാരൻ ചത്തുപോയെന്ന്. വേണ്ട അവനെ, എടാ നിന്നെ ഞാൻ കൊണ്ടുപോകും, കേട്ടോ? നീ വാടാ, നിങ്ങൾ രണ്ടുപേരും വാ. കൊച്ചേ, രക്ഷപ്പെടണ്ടായോ? പെടണം, എല്ലാ പരിപാടി നിർത്തണം. നിർത്തിയാലോ? നിർത്തുവോ? എടാ, നീ മാറും ഇന്ന്, നീ മാറും ഇന്ന്, കേട്ടോ? മാറാനാ വന്നല്ലയോ? മാറാൻ പോവാ. നീ യേശുവിന് വേണ്ടിയുള്ള കൊച്ചാ. ഇത് വെള്ളിയോ സ്വർണ്ണോ വല്ലോ ആണോ? അല്ല, ഒരുത്ത പൊട്ടിച്ചോ, തരത്തിൽ തിരിച്ച്. പെമ്പിളാരും തന്നല്ലോ, അല്ല, ഇടരുതേ. ഈ എന്നെ കാണുന്നവർ നേരത്തെ കമ്മലൊക്കെ ഊരിക്കൊണ്ട് വരും. കാര്യം ആണാന്നേലും പെണ്ണാണെങ്കിലും ഞാൻ കമ്മൽ ഊരിക്കും. പെണ്ണിൻ്റെ അല്ല, ആണിൻ്റെ ഊരിക്കും. ആൺപിള്ളേർ കമ്മലിടുന്നത് കൊണ്ട് എനിക്കും ഇഷ്ടമില്ല. കർത്താവൻ നേരത്തെ അതൊക്കെ ഊരി നമ്മുടെ പിള്ളേരതൊക്കെ നോക്കി യൂട്യൂബിൽ നോക്കിയിട്ട് വരും. ഇല്ല, വാമ്പേർന്ന് നെഞ്ചത്തെഴുതി ചേർക്കണുണ്ടല്ലോ, അവൻ ഗ്രഹപ്പഴയ്ക്ക് എല്ലാം ഊരി എന്തോ ഊരാൻ മറന്നുപോയി. ഞാനത് ഊരിച്ച് അവൻ്റെ പോക്കറ്റിൽ ഒരു ലോഡ് സാധനമുണ്ട്, ചെയിന്, വാക്കത്തി, പിന്നെ തലയോട്ടി, എന്തൊക്കെയായിരുന്നു. ഇപ്പം വാമ്പേർ ബൈബിളും കൊണ്ട് നടക്കുക. നീ ആദ്യമായി ഇവിടെ വരുന്നത്? ഇങ്ങനത്തെ പ്രാർത്ഥനയ്ക്കും ആദ്യമാണോ? ഇങ്ങനത്തെ പ്രാർത്ഥനയ്ക്ക് ആദ്യമാണോ? പള്ളി, നിങ്ങളേത് പള്ളിയിലാണ് പോകുന്നത്? ഷാരോനിലാണ് പോകുന്നത്. ആ, അമ്മയില്ല അല്ലേ? ഇട്ടിട്ട് പോയി. എത്ര നാളായിട്ടിട്ട് പോയിട്ട്? അമ്മയ്ക്ക് വേണ്ടേ? അമ്മയ്ക്ക് വേണ്ട. അച്ഛൻ നേരത്തെ ഇട്ടിട്ട് പോയി.
അച്ഛൻ പോയിട്ട് എത്ര കാലമായി? എനിക്ക് 4 വയസ്സുള്ളപ്പം അച്ഛനും പോയി. എത്ര വയസ്സായി? 19 വയസ്സായപ്പോൾ അമ്മയും പോയി. അമ്മാവൻ നോക്കുക. നിന്റെ അച്ഛൻ അമ്മാവൻ ഉണ്ടോ? നിന്റെ അച്ഛൻ ഇവിടെ ഇല്ല. രക്ഷപ്പെടണ്ടേ? ഈ നിങ്ങൾ എത്ര പിള്ളേരാ? എന്തിയവൻ? ഒന്ന് കരഞ്ഞു പോയില്ലയോ? നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ അവന് വേണ്ടി. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. എടാ, അമ്മ പോയാലും ഞങ്ങളൊക്കെ ഉണ്ടോ, അച്ഛനും അമ്മയുമായിട്ടൊക്കെ. ഒന്ന് കൈയടിച്ച് എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഹൃദയം എന്താണെന്ന് പ്രാർത്ഥിച്ചേ. ഞങ്ങളുടെ കൊച്ചിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. വേറെ അവരൊരു പിഞ്ചു കുഞ്ഞ് കരയുന്ന പോലെ എൻ്റെ അടുത്ത് കരയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിലെ അച്ഛൻ്റെ മോൻ ഇതുപോലെ എൻ്റെ മുമ്പിൽ കൂടാ കരയാ. ആ കരച്ചിലാ എൻ്റെ മനസ്സിൽ ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നു. അമ്മ നിന്നോട് പറഞ്ഞോ എനിക്ക് നിന്നെ വേണ്ടെന്ന്? പറഞ്ഞു. അത് കേട്ടപ്പോ ചങ്ക് തകർന്നു പോയി, ഇല്ലയോ? നീ മരിച്ചെന്ന് പറഞ്ഞു. കേട്ടോ നിങ്ങള്? മറ്റൊരാള് പറഞ്ഞു ജീവിച്ചിരിക്കുന്ന 19 വയസ്സുകാരൻ ചത്തുപോയെന്ന്. വേണ്ട അവനെ. എടാ, നിന്നെ ഞാൻ കൊണ്ടുപോകും കേട്ടോ. എൻ്റെ കൂടെ നടത്തും. ഞാൻ വളർത്തുവിടാ. ഓ യേശുവേ, ഉള്ളതുപോലറിയിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതന ഉടയവനേ, എന്നെ ഉള്ളതുപോലെ. നീ ശരിക്കും അമ്പലത്തിലൊക്കെയാ പോയിട്ടുള്ളത് അല്ലയോ? ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാ അല്ലേ? ഒരാൾ നിന്നോട് നിന്റെ കാര്യമൊക്കെ പറഞ്ഞ ആദ്യമായിട്ടാ. സത്യം. നമ്മൾ തമ്മിലൊന്നും അറിയത്തുമില്ല. ഇല്ല, അറിയത്തില്ല. നിങ്ങളത് കൈയടിച്ചു രാമയും പറ. ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ശരിക്കും ദൈവത്തിന്റെ ശക്തി ഇവിടെ ഉണ്ട്. നീ എന്നാ പഠിച്ചടാ? ശരി, അവന്റെ എല്ലാ ഡ്രസ്സും വാങ്ങിക്കണം, കൊണ്ടുപോകണം നമുക്ക് അവനെ. നിന്നെ പഠിപ്പിച്ച് മിടുക്കനാക്കും. നീ രക്ഷപ്പെടും. നിന്റെ അമ്മ നിന്നെ തേടി തിരക്കി വരും. നിങ്ങളൊന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കുക. ഉപേക്ഷിച്ചവരെല്ലാം നിന്നെ തേടി തിരക്കി. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേലുണ്ടാവും.